അമ്മച്ചി വീട്ടിൽ തയ്ക്കും. പപ്പ കൂലിപ്പണിയാണ്. പപ്പ ലോഡിങ് അൺലോഡിങ്ങിലായിരുന്നു. ചുമട്ട് തൊഴിലാളിയാണ് എൻ്റെ പപ്പ. അപ്പോൾ വളരെ കുഞ്ഞു ജീവിതം എന്ന ഭയങ്കര ഹാപ്പിയായിരുന്നു ഞങ്ങൾ. വൈകുന്നേരം ആകുമ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് സന്ധ്യപ്രാർത്ഥന ചൊല്ലും. നിങ്ങൾ എത്ര മക്കളാ? 2 പേര്, ഞാനും എൻ്റെ ആങ്ങളെ. സന്ധ്യപ്രാർത്ഥന ചൊല്ലും. പ്രാർത്ഥിക്കാതെ അമ്മച്ചി ചോറ് തരില്ല. അത് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി ഇരുന്ന് ചോറ് തിന്നും. അപ്പോൾ പപ്പയുടെ, ഞങ്ങളെല്ലാം വേഗം കറിയൊക്കെ തിന്നിട്ട് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യും പപ്പയുടെ പങ്ക് കിട്ടാൻ വേണ്ടി. അപ്പോൾ പപ്പ അത് കഴിക്കാതെ ഞങ്ങൾക്ക് അതിൽ നിന്നൊരു പങ്ക് തരും. അങ്ങനെയായിരുന്നു. പപ്പ ജോലിക്ക് പോയി കഴിയുമ്പോൾ ഒരു കവർ എന്തായാലും പപ്പയുടെ കയ്യിലുണ്ടാവും. ഞാൻ കല്യാണം കഴിച്ച് വന്നിട്ടും പപ്പ ഞാൻ വരുന്നതെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ജിലേബിയുടെ കവറോ ലഡുവിൻ്റെ കവറോ എന്തെങ്കിലും പപ്പയുടെ കയ്യിലുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു ഒരു കിളിക്കൂട് പോലത്തെ ഒരു വീടായിരുന്നു ഞങ്ങളുടെ. ഭയങ്കര സന്തോഷം. അതിൻ്റെ ഇടയ്ക്ക് അമ്മിച്ചിയുടെ ബഹളം, അമ്മിച്ചിയുടെ വഴക്ക്, വെളിച്ചെണ്ണ കുപ്പി കൊണ്ടുള്ള ഇടി, അങ്ങനെ അങ്ങനെ ഭയങ്കര സന്തോഷമുള്ളൊരു ലൈഫായിരുന്നു. അപ്പോൾ എൻ്റെ വീട്ടിൽ ഞങ്ങളെ രണ്ടുപേരെയും പഠിപ്പിച്ചു, എന്നെ കല്യാണം കഴിപ്പിച്ചിട്ടുണ്ടെങ്കിലും അങ്ങനെ വലിയ കടമൊന്നും, വളരെ പ്ലാൻഡായിട്ട് എൻ്റെ അമ്മച്ചിയും പപ്പയും ജീവിച്ചത്. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഭയങ്കര ഒരു വലിയ കടബാധ്യത, ആളുകൾ, എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. പക്ഷെ നിങ്ങളുടെ അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. അതെ. അപ്പോഴും അച്ഛനും അമ്മയ്ക്കും അറിഞ്ഞ് മനസ്സിലാക്കാൻ ഒന്നും പറ്റിയില്ലേ? ഇല്ല, അതൊക്കെ ഓരോരുത്തരുടെ വിധി പോലെ വരുമല്ലോ. അതിനൊന്നും എനിക്ക് അങ്ങനെ ആരോടും പരാതിയൊന്നുമില്ല. ഞാൻ എൻ്റെ ലൈഫിൽ വളരെ ഹാപ്പിയാണ്.